നടന്ന് നമ്മൾ കുറച്ച് ദൂരം വന്നിട്ടോ. ഒരു 10-20 മിനിറ്റായി നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് തിരിച്ച് എത്തിക്കൊണ്ടിരിക്കുക. ഏകദേശം സൈഡ് ബോൾ കണ്ടോ, വലിയ മതിലാണ്. അതിന് മീതെ ചെറിയ വഴികളുണ്ട്, നടപ്പാതയുണ്ട്, വീടുകളുണ്ട്. ഇവിടുത്തെ എല്ലാ റോഡുകളും ഇതുപോലെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ റോഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടൊരു വഴി, പിന്നെ റോഡുകൾ അപ്പുറത്ത് സർവീസ് റോഡുകൾ, മെയിൻ റോഡുകളുടെ സൈഡിൽ സർവീസ് റോഡുകളുണ്ട്. അപ്പോൾ അത്യാവശ്യ സർവീസ് വാഹനങ്ങൾക്ക് ഓടുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്ലാൻഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കുത്തിപ്പൊളിക്ക് അങ്ങനെ കാര്യങ്ങളൊന്നും വേണ്ട. നടന്ന് ഞാൻ ഏകദേശം അണച്ചു തുടങ്ങി. അത്യാവശ്യം ഒരു 10-30 മിനിറ്റ് കൂടുതൽ നടന്നു കേട്ടോ. അപ്പ് ആൻഡ് ഡൗൺ നന്നായിട്ട് വേർക്കാൻ തുടങ്ങി. ഇവിടെ വേർക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, തണുപ്പുള്ളതുകൊണ്ട്. ഇപ്പം നടന്ന് നമുക്ക് അത്യാവശ്യം വേർപ്പൊക്കെ ആയി തുടങ്ങി. വീടുകളൊക്കെ കണ്ട ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ സമയം അങ്ങനെ കിട്ടാറില്ല. അങ്ങനെ കിട്ടുന്ന സമയം നമ്മളിങ്ങനെ നടക്കും. പട്ടിനെ കൊണ്ട് നടക്കുന്നുണ്ട് ആൾക്കാർ, ഡോഗിനെ കൊണ്ട് നടക്കും. വെതർ ഇങ്ങനെ ഉള്ളപ്പോഴേ ഇന്ന് അധികം തണുപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ ജാക്കറ്റൊന്നും ഇടാത്തത്. അല്ലെങ്കിൽ ജാക്കറ്റൊക്കെ ഇടണേ. ഇപ്പോൾ വെയിൽ വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇങ്ങനെ നടന്നേക്കാം. അല്ലെങ്കിൽ തണുപ്പാണെങ്കിൽ നമുക്ക് മടിയായിരിക്കും പുറത്തേക്ക് ഇറങ്ങാനേ. അപ്പോൾ നമ്മൾ ജിമ്മിൽ പോകേണ്ടി വരും, ഇൻഡോർ. ഇതിപ്പോൾ നടന്നിട്ടുണ്ടെങ്കിൽ നല്ല വാമപ്പാണ്, നല്ല സുഖമായിരിക്കും. മസിൽസൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. പിന്നെ നമ്മുടെ കുറച്ച് കൊഴുപ്പൊക്കെ അങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ വല്ലപ്പോഴൊക്കെ നടക്കുന്നത് നല്ല ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട്. ഡോറ് കണ്ട. അപ്പോൾ മനോഹരമായ ഈ വെതർ തീരാൻ പോവാ. കാരവാൻ കിടക്കുന്നുണ്ടോ വീട്ടിൽ? വീടുകളിൽ ഇങ്ങനെ ഹോളിഡേക്ക് വേണമെങ്കിൽ കാരവാൻസ് ഉണ്ടാവും.